ജർമ്മനിയിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഫ്രീ ആണ്, പിന്നെ ഭയങ്കര എളുപ്പമാണ് ട്രാവൽ ചെയ്യാനൊക്കെ പറയുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ കാണുക ഞാൻ എങ്ങനെയാണ് ഈ 7 മണിക്കൂർ ട്രാവൽ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഡ്രെസ്ഡൻ ടു മ്യൂണിക് ആണ് എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ളത്. കൃത്യം 12:30 ഞാൻ ബസ് പിടിച്ചിട്ട് ബാനോഫിലെത്തി. അവിടുന്ന് 12:45 ഹോഫിലോട്ടുള്ള ട്രെയിനാണ് ഞാൻ കയറിയത്. DB നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജർമ്മനിയിൽ ഫുൾ ട്രാവൽ ചെയ്യുന്നത്. ഈ ആപ്പിൽ കൃത്യമായിട്ട് പറയും നമ്മൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കയറേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അങ്ങനെ ഏകദേശം 3 മണിക്കൂറിന് ശേഷം ഞാൻ ഹോഫിലെത്തി. ഇവിടെ എനിക്കൊരു 20 മിനിറ്റ്സ് ട്രാൻസ്ഫർ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് 1 മിനിറ്റ് ഒക്കെ ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊന്ന് ഓടേണ്ടി വരും. അടുത്തത് ഹോഫിന്ന് മാർക്കറ്റ് വെച്ചിലോട്ട് ഒരു 23 മിനിറ്റ്സ് ട്രാവൽ ടൈം ഉണ്ട്. നമ്മൾ എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും RP കാർഡ് എടുക്കാൻ ഒരിക്കലും മറക്കരുത്. നമ്മളിത് എടുത്തില്ലെങ്കിൽ നമുക്കൊരു €60 ഫൈൻ കിട്ടും. അങ്ങനെ ഞാൻ മാർക്കറ്റ് വെച്ചിലെത്തി. ഇനി ഇവിടെ നിന്ന് എനിക്ക് ബസ് കയറിയിട്ട് ഒരു 50 മിനിറ്റ്സ് ആണ് ട്രാവൽ ചെയ്യാനുള്ളത്. അങ്ങനെ ഞാൻ എന്റെ നെക്സ്റ്റ് സ്റ്റോപ്പിലെത്തി. ഞാൻ കയറാൻ പോകുന്നതാണ് എന്റെ ലാസ്റ്റത്തെ ട്രെയിൻ. ഫ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. സമയം 5:30, കൃത്യം 7:50 ഞാൻ ഫ്രൈസിംഗ് എത്തുന്നത്. അങ്ങനെ മനസ്സമാധാനത്തോടെ ഇരുന്നപ്പോഴാണ് ആ സംഭവം സംഭവിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ ട്രാവൽ ചെയ്യുന്ന അത്ര ഈസി അല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ വെയിറ്റ് ഫോർ പാർട്ട് 2.